എല്ലാവർക്കും നമസ്കാരം. ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട് സംഘടിപ്പിക്കുന്ന ആർട്സ് കോളേജ് ലിറ്ററേച്ചർ സെക്കൻഡ് എഡിഷൻ അതിരുകൾക്ക് അപ്പുറം പാരസ്പര്യത്തിൻ്റെ ലോകം. ഇതിൻ്റെ ആദ്യത്തെ ദിവസം നമ്മൾ സെൻട്രൽ ലൈബ്രറിയും കോളേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സെക്ഷനായിട്ടുള്ള വായന മാറുന്ന പ്രതലങ്ങൾ എന്ന ഈ ഒരു വിഷയത്തിലേക്ക് ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നതിനായിട്ട് ഡോക്ടർ ദിനേശൻ കൂവക്കായി എൻ്റെ ഗുരുനാഥൻ കൂടിയാണ്. കൂടെ പ്രശാന്ത് MP, പ്രശാന്ത് M എന്നിവരെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇവിടെ ഈ പ്രോഗ്രാമിൽ വന്നെത്തിയിട്ടുള്ള എല്ലാവരെയും ഒരേപോലെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിലേക്ക് കടക്കട്ടെ. നമ്മൾ ഈ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വായന മാറുന്ന പ്രതലങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നതിൽ അതുകൊണ്ട് ഈ സെക്ഷനിൽ തന്നെ നിർമ്മിത ബുദ്ധിയുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണോ, ഈ വായന മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണോ, അത് ഇത്തരം മാറ്റങ്ങൾ വിനോദകരമായ വായനയിലും അതേപോലെ നമ്മളുടെ അക്കാദമിക് കമ്മ്യൂണിറ്റിയിലും എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നാണ് ഞാൻ കരുതപ്പെടുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗം ചർച്ച ചെയ്യുന്നതിനായിട്ട് ഡോക്ടർ ദിനേശൻ കൂവക്കായി സാറിനെ ഹാർദമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഷിംന, ഡോക്ടർ പ്രശാന്ത് MP, ഡോക്ടർ പ്രശാന്ത് M, പ്രിയ സുഹൃത്തുക്കളെ, ആർട്സ് കോളേജിൽ ഒന്നിലേറെ തവണ വരാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഇവിടെയുള്ള റിസർച്ച് സ്കോളേഴ്സിനോടും വിദ്യാർത്ഥികളോടും സംവദിക്കാൻ ചില അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയൊരു ചടങ്ങിൽ, ഇങ്ങനെയൊരു പരിപാടിയിൽ വരുന്നത് ആദ്യമായിട്ടാണ്. അതിനവസരമൊരുക്കിയ ആർട്സ് കോളേജിന്, ഇതിൻ്റെ സംഘാടകർ, ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ സംഘാടകർക്ക് ആദ്യമായി ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ലൈബ്രറിയൻ ഷിംനക്കും അതുപോലെ പ്രിൻസിപ്പൽ പ്രിയ മാഡത്തിനും മറ്റ് സംഘാടകർക്കും. വായനയെക്കുറിച്ച് പറയുമ്പോൾ ഒരു സാധാരണ വായനക്കാരനായിട്ട് സംസാരിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ പറയാൻ കാരണം, നമ്മളൊക്കെ വായിപ്പിക്കുന്നവരാണ്. വായിക്കാൻ മറ്റുള്ളവരെ നിർബന്ധിക്കുകയും മറ്റുള്ളവർക്ക് വായനാ സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന ജോലിയാണ് നമ്മളിവിടെ ഇരിക്കുന്ന 4 പേരും, ഞാൻ ചെയ്തുകൊണ്ടിരുന്നു, ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സാധാരണ വായനക്കാരൻ എന്നുള്ള രീതിയിൽ സംസാരിക്കാനാണ് എനിക്കിഷ്ടം. വായനയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള വായനയുണ്ടെന്ന് പറയാം. ഒന്ന് നമ്മുടെ സാഹിത്യ വായനയാണ്, നമ്മുടെ ആസ്വാദനത്തിനും അതുപോലെ വിനോദത്തിനുമൊക്കെ വായിക്കുന്ന സാഹിത്യ വായന. അതുപോലെ തന്നെ നമ്മുടെ പഠന ഗവേഷണങ്ങൾക്കായിട്ട്, പഠനത്തിനും ഗവേഷണത്തിനുമൊക്കെയുള്ള വിജ്ഞാന സമ്പാദനം എന്ന് പറയുന്ന അതിനുള്ള വായന. ഈ 2 തലത്തിൽ നമുക്ക് വായനയെ നോക്കിക്കാണാവുന്നതാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ സംസാരിക്കുന്ന വായന എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഞാൻ ആദ്യം പറഞ്ഞ വായനയെക്കുറിച്ചാണ് പൊതുവിൽ സംസാരിക്കാറുള്ളത്. നോവൽ വായന, അല്ലെങ്കിൽ കഥാ വായന, അല്ലെങ്കിൽ കവിതാ വായന, അതുപോലുള്ള സാഹിത്യ വായനയെക്കുറിച്ചാണ്. ഇപ്പോൾ വായന കുറയുന്നു എന്ന് പരാതി പറയുന്നവർ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്ന പൊതുവേദികളിൽ മിക്കവാറും സംസാരിക്കുന്നത് ഇത്തരം സാഹിത്യ വായനയെക്കുറിച്ചാണ്. വിജ്ഞാനത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പഠന ഗവേഷണ കാര്യത്തിനുള്ള വായനയെക്കുറിച്ചുള്ള ചർച്ചകൾ സാധാരണഗതിയിൽ അക്കാഡമിക് ലെവലിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഈ സാധാരണ വായന, അല്ലെങ്കിൽ നമ്മുടെ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സാഹിത്യ വായന എന്ന് പറയുമ്പോൾ, ഈ സാഹിത്യ വായനയിൽ ഉണ്ടാവുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സാഹിത്യത്തെ ഒരു പ്രത്യേക തലത്തിലാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് അധ്യാപികയാണ്. അവരുടെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ, നമ്മളിത്തരം കഥകൾ അതുപോലെ നോവലുകളൊക്കെ വായിക്കുന്നത് നമ്മുടെ ഹൃദയം കൊണ്ടാണ്.
സാഹിത്യം നമ്മൾ അത്തരം പിന്നെ പുസ്തകങ്ങൾ, ഫിക്ഷൻ എന്ന് പറയുന്നത് വായിക്കുന്നത് നമ്മൾ ഹൃദയം കൊണ്ടാണ് വായിക്കുന്നത്. അതേസമയം നമ്മുടെ പഠന ഗവേഷണങ്ങൾക്ക് ആവശ്യമുള്ള വായന എന്ന് പറയുന്നത് അത് നമ്മൾ ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ തലച്ചോറ് കൊണ്ടാണ് വായിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ സാഹിത്യ വായനയിൽ സാധാരണഗതിയിൽ സാഹിത്യത്തിൽ ഉള്ള അല്ലെങ്കിൽ കഥയുടെ സന്ദർഭത്തോട് നമുക്കൊരു തരം എമ്പതി അല്ലെങ്കിൽ കഥാപാത്രങ്ങളോട് ഒരു തരം എമ്പതി നമുക്ക് സാധാരണഗതിയിൽ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ഒരു ചെറിയ സമയത്തേക്കെങ്കിലും നമ്മളതിലുള്ള കഥാപാത്രമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കുറച്ച് സമയം ആ നോവൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ കഥ വായിക്കുന്ന സമയത്തെങ്കിലും നമ്മൾ അതിലുള്ളൊരു കഥാപാത്രമായിട്ട് മാറുന്നു. ഇപ്പോൾ നിങ്ങൾ ഇതിൽ പലരും വായിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഏറെ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന് പറയുന്ന പുസ്തകം. വളരെയധികം ആളുകൾ വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ് കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന് പറയുന്നത്. അതിൽ ബാബു എബ്രഹാം എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ അനുഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ചും ബാല്യകാലത്തുള്ള അനുഭവങ്ങളാണ് പറയുന്നത്. കമ്പിളിക്കണ്ടം എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ അദ്ദേഹം ചെറുപ്പകാലത്ത് അനുഭവിച്ച ഒരുപാട് പ്രയാസങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പം ശ്രീ ബാബു എബ്രഹാം തന്നെ പങ്കെടുത്ത ഒരു ചടങ്ങിൽ ഉള്ള ആ പ്രദേശത്ത് തന്നെയുള്ള ഒരാൾ പറഞ്ഞു, ഈ അനുഭവങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ജീവിച്ച പലർക്കും ഉണ്ടായിട്ടുണ്ടാവും, ഇത്രയും തീക്ഷ്ണമല്ലെങ്കിൽ പോലും എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആ തീക്ഷ്ണമായ അനുഭവങ്ങൾ ബാബു എബ്രഹാം പങ്കുവെക്കുന്ന സമയത്ത് നമ്മൾ ഒരു വേള ബാബു എബ്രഹാം ആവുന്നു. അപ്പോൾ ബാബു എബ്രഹാം ഉണ്ടായിരുന്ന അനുഭവങ്ങൾ നമ്മൾ അതേപടി അനുഭവിക്കുന്നതായിട്ട് അങ്ങനെ തോന്നുകയാണെങ്കിലാണ് ആ നോവൽ ഒരു തരത്തിൽ നമ്മൾ ഉൾക്കൊണ്ടു എന്ന് പറയാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇപ്പം വളരെയധികം ചർച്ച ചെയ്യുന്ന ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷ് പുസ്തകത്തിൽ വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകമാണ് മദർ മേരി കംസ് ടു മീ എന്ന അരുന്ധതി റോയിയുടെ പുസ്തകം. അതുപോലെ തന്നെ അരുന്ധതി റോയിയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ചെറുപ്പകാലത്ത് ഉണ്ടായ ബുദ്ധിമുട്ടുകളും അതുപോലത്തെ കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്നതാണ് ആ പുസ്തകത്തിൽ. അപ്പോൾ ആ പുസ്തകം വായിക്കുമ്പോഴും നമുക്കും നമ്മുടെ പ്രയാസമായിട്ട് അരുന്ധതി റോയ് അനുഭവിച്ച പ്രയാസങ്ങൾ നമ്മുടെ പ്രയാസങ്ങളായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവുന്നതാണ് ഞാൻ എമ്പതി എന്ന് പറഞ്ഞത്. അതുപോലെ ഏത് പുസ്തകമായിരുന്നു നിങ്ങൾ വായിച്ചിരിക്കുന്ന ഏത് പുസ്തകമായിരുന്നാലും ആ പുസ്തകത്തിലെ കഥാപാത്രങ്ങൾ, ഇപ്പം ആർത്രേയകം ചിലപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ആർത്രേയകം എന്ന് പറയുന്ന രാജശ്രീ എഴുതിയ ആർത്രേയകം വായിക്കുമ്പം അതിൽ പ്രധാന കഥാപാത്രമായ ഒന്നുകിൽ നിരമിത്രനായിട്ട് അല്ലെങ്കിൽ നിരമിത്രൻ്റെ പ്രയാസങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നതായിട്ട്, അല്ല അതുപോലെ ഏത് ഫിക്ഷൻ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഏത് കഥ എടുക്കുകയാണെങ്കിലും ആ കഥയിലെ പ്രധാന കഥാപാത്രമായിട്ട് ഒരു വേള മാറുകയും അത് നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു, നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥ ഈ ഫിക്ഷൻ വായനയിൽ ഉണ്ടാവുന്നു. അതാണ് ഇത്തരം വായനയുടെ ഒരു പ്രത്യേകത, ഫിക്ഷൻ വായനയുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മൾ ഇത്തരം ഫിക്ഷൻ വായിക്കുന്നത് ഹൃദയം കൊണ്ടാണ്. അതിന് ലോജിക്കോ അതുപോലത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ സാധാരണഗതിയിൽ ഒരുപാട് അന്വേഷിക്കാറില്ല എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളെല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു റാം കെയർ ഓഫ് ആനന്ദിയെങ്കിലും വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കുറച്ച് മുമ്പേ ഇറങ്ങിയ പുസ്തകമാണെങ്കിലും ഈ അടുത്ത കാലത്താണ് അത് കൂടുതലായിട്ട് വിറ്റഴിക്കപ്പെടുകയും കൂടുതലായിട്ട് ആളുകൾ വായിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം അതിൻ്റെ അവാർഡ് ഒക്കെ കിട്ടിയതുകൊണ്ട് കൂടുതൽ ചർച്ചയും വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നത്. അതിൽ ഉള്ള മല്ലി എന്ന കഥാപാത്രം നമ്മൾ വല്ലാതെ സ്വാധീനിക്കും. അതുപോലെ ആനന്ദിയായിരുന്നാലും റാമായിരുന്നാലും ഒക്കെ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഈ പുസ്തകങ്ങൾ വായിക്കുമ്പം, ഈ ഫിക്ഷൻ വായിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ആ ഒരു കഥാപാത്രമായിട്ട് മാറുന്നു ഒരു സമയത്തെങ്കിലും. അതാണ് ഞാൻ പറയുന്നത് ഒരു എമ്പതി എന്ന് പറയുന്നത്. അതാണ് ഇത്തരം വായനകളുടെ ഒരു പ്രത്യേകത. അതേസമയം നമ്മൾ പഠനത്തിനും ഗവേഷണത്തിനും ആയിട്ട് വായിക്കുന്ന സമയത്ത്, പഠന ഗവേഷണങ്ങൾക്ക് വേണ്ടി വായിക്കുന്ന സമയത്ത് അത് വേറൊരു തലത്തിലാണ് നമ്മൾ വായിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ ഇത്ര ശതമാനം ആളുകൾ പട്ടിണി കിടക്കുന്നു എന്നൊരു പഠനം
ഒരു പഠനം പ്രസിദ്ധീകരിക്കുന്നു, പഠന ലേഖനം പ്രസിദ്ധീകരിക്കുന്നു വിചാരിക്കുക. അത് വായിക്കുമ്പോൾ അതിനോട് പ്രത്യേകിച്ച് നമുക്കൊരു വികാരം ഒന്നും തോന്നേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ അങ്ങനെ അത് ഒരു എന്താ പറയുക, പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണെങ്കിൽ പോലും നമ്മളൊരു ഫിക്ഷൻ വായിക്കുന്ന രീതിയിലല്ല അതിനെ വായിക്കുന്നത്. കുറേ പേര് ഒരു വലിയ ശതമാനം, അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം ആളുകൾ വളരെ പാവപ്പെട്ടവരായിട്ടുണ്ട്, ദാരിദ്ര്യത്തിൽ ദാരിദ്ര്യത്തിലുള്ള ആളുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ആ മനസ്സിലാക്കൽ നമ്മുടെ പഠനത്തിന് അതെങ്ങനെ ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ അതെങ്ങനെ സ്വാധീനിക്കുന്നു എന്ന രീതിയിലാണ് നമ്മളത് വായിക്കുന്നത്. അല്ലാതെ നമ്മൾ സന്തോഷ് ഏച്ചിക്കാനം എഴുതിയ ബിരിയാണി വായിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു തരം മാനസികാവസ്ഥയല്ല നമുക്ക് ഈ പഠനം വായിക്കുമ്പോൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ബിരിയാണി എല്ലാവരും വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ചർച്ച ചെയ്ത കഥയാണത്. അപ്പോൾ അതിലെ ബസുമതി എന്ന് പറയുന്ന കഥാപാത്രം ആ കുട്ടി അനുഭവിക്കുന്ന ദാരിദ്ര്യവും കഷ്ടപ്പാടും അതുപോലത്തെ കാര്യങ്ങളല്ല നമ്മൾ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഒരു പഠന ഗവേഷണ പ്രസിദ്ധീകരണം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ആർട്ടിക്കിൾ വായിക്കുന്ന സമയത്ത് അതാണ് പ്രധാനപ്പെട്ട രണ്ട് തലത്തിലുള്ള വായന എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് തലത്തിലുള്ള വായനയിലും നമുക്കറിയാം ഒരുപാട് രീതിയിൽ നമുക്ക് അത് കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ അതിൻ്റെ പ്രതലങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത്, അതിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ആവാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് രീതിയിലാവാം, പ്രിൻ്റ് ആവാം, എന്താവാം, അതുപോലത്തെ കാര്യങ്ങളൊക്കെ അത് ഈ രണ്ട് തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾക്ക് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഈ രണ്ട് തരത്തിലുള്ള വായനാ ഉപാധികളുടെ കാര്യം പറയുമ്പോഴും നമുക്കറിയാം ഇതിനെയൊക്കെ ഈ കാലഘട്ടത്തിൽ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് പഠന ഗവേഷണ കാര്യങ്ങൾക്ക് ഇപ്പോൾ എല്ലാവരും പരാതി പറയുകയും അല്ലെങ്കിൽ എല്ലാവരും ചിന്തിക്കുകയും ചെയ്യുന്നത് ഈ പഠന ഗവേഷണങ്ങൾക്ക് ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല, അതെല്ലാം നിർമ്മിത ബുദ്ധി. നമുക്ക് ChatGPT അറിയാത്ത ആരുമില്ല, ChatGPT ഉപയോഗിക്കാത്ത ആരുമില്ല. അപ്പോൾ ChatGPT ഇതെല്ലാം ചെയ്തു തരും എന്നുള്ള ഒരു രീതിയിലേക്ക് ചിന്താഗതി മാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ പഠന ഗവേഷണങ്ങൾക്ക് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ സ്വാധീനിക്കാൻ കഴിവുള്ള രീതിയിലേക്ക് നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള നമ്മുടെ ഫിക്ഷൻ വായനയിൽ നമ്മുടെ എന്താ പറയേണ്ടത്, നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി വായിക്കുന്ന ഫിക്ഷനിൽ പോലും നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനം ഉണ്ടാവുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനം എന്ന് പറഞ്ഞാൽ ഒരു നിർമ്മിത ബുദ്ധി എഴുതിയ ഒരു നോവലിനെ പറ്റി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഡെത്ത് ഓഫ് എൻ ഓഥർ എന്താണ് പുസ്തകത്തിൻ്റെ പേര്. ഡെത്ത് ഓഫ് ദ ഓഥർ അല്ല, ഡെത്ത് ഓഫ് ദ ഓഥർ വേറെ പുസ്തകമാണ്, ഡെത്ത് ഓഫ് എൻ ഓഥർ. അപ്പോൾ ഡെത്ത് ഓഫ് എൻ ഓഥർ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഓഥറായിട്ടൊരു എന്താണ് ഒരു തുലികാനാമമായിട്ടാണ് പറയുന്നത് ഈഡൻ മെഷിൻ എന്ന രീതി. എന്താണ് അതിനെ വായിക്കുന്നത്, ഈഡൻ മെഷിൻ ആണ് അത് എഴുതിയത് എന്നുള്ള രീതിയിലാണത് വായിക്കുന്നത്. അതൊരു നോവല് ആയിട്ടാണ് ഉള്ളത്, ഒരു തരം ഡിക്റ്റേറ്റീവ് നോവലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതിലൊരു കഥ തന്തു എന്ന് പറയുന്നത്, ഒരു ആൾക്ക് ഒരു ഓഥർ മരിച്ചതിൻ്റെ അവരുടെ ഒരു എഴുത്തുകാരി മരിച്ചതിൻ്റെ ശവസംസ്കാര ചടങ്ങിലേക്ക് ഒരു ക്ഷണം ലഭിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്ഷണം ലഭിച്ച ആൾ സംശയിക്കുന്നു, എന്തിനാണ് എന്നെ വിളിച്ചത്, ഞാനും ആ എഴുത്തുകാരിയും തമ്മിൽ അത്രയധികം ബന്ധമൊന്നുമില്ല, അറിയാം പ്രശസ്തിയായ എഴുത്തുകാരിയാണ്, അറിയാമെന്നല്ലാതെ എനിക്ക് നേരിട്ട് ബന്ധമൊന്നുമില്ല, എന്തിനാണ് എന്നെ വിളിച്ചത് എന്ന് അയാൾ അത്ഭുതപ്പെടുന്ന സമയത്ത് അതിൽ നിന്ന് അയാൾ മനസ്സിലാക്കുന്നു ഈ എഴുത്തുകാരി മരിച്ചത് അതൊരു കൊലപാതകമായിരുന്നു. ഈ കൊലപാതകത്തിൽ ഇദ്ദേഹത്തെ കൂടി സംശയിക്കുന്നു എന്നതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ആ ചടങ്ങിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളതെന്ന് അയാൾ മനസ്സിലാക്കുന്നു. ആ രീതിയിലാണ് അതിൻ്റെ കഥ പോകുന്നത്. അപ്പോൾ ഈ ഫിക്ഷൻ പോലും നിർമ്മിത ബുദ്ധി എഴുതുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലെ വായനയെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അതുകൂടി നോക്കാം എന്ന് വിചാരിക്കുന്നു. നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ചയിലും അതുപോലത്തെ കാര്യങ്ങളിൽ പറയാം. നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ വായനയുടെ ആ വായനയിൽ അതായത് നവീന കാലഘട്ടത്തിലുള്ള വായന എന്ന് പറയുമ്പം അത് പുതിയ രൂപഭാവങ്ങളോട് കൂടിയിട്ടാണ് മാറിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു നിർമ്മിത ബുദ്ധി വായനയെക്കുറിച്ച് കൂടുതലായിട്ട് സംവദിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രശാന്ത് എമ്മിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.
ആദ്യമായി നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ ആർട്സ് കോളേജിനും, പ്രത്യേകിച്ച് ഷിമിനക്കും ലൈബ്രറിനും പ്രിൻസിപ്പലിനും ഈ വേദി ഒരുക്കി തന്നതിന്. അപ്പം ദിനേശ് സാറ് പറഞ്ഞെടുത്ത് വെച്ചിട്ട് തന്നെ തുടങ്ങട്ടെ. നമുക്ക് വായനയിൽ 2 കാര്യങ്ങളുണ്ട് അല്ലേ, ഫിക്ഷനുണ്ട്, നോൺ ഫിക്ഷൻ റീഡിങ്ങും ഉണ്ട്. അപ്പം ഫിക്ഷൻ റീഡിങ്ങിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ AI പലതരം പ്ലാറ്റ്ഫോംസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അറിയാം ChatGPT ഉണ്ട്, ജെമിനി ഉണ്ട്, ക്ലൗഡ് ഉണ്ട്, മൈക്രോസോഫ്റ്റിൻ്റെ കോപൈലറ്റ് ഉണ്ട്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളുടെ എല്ലാ മേഖലയിലും കടന്നു വരികയാണ്. നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. നമുക്കറിയാം 2022 മുതൽ അതിൻ്റെ ട്രാൻസിഷൻ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ടൂളുകളൊക്കെ നമ്മൾ മനസ്സിലേക്ക് വരുമ്പം ഇതൊരു റൈറ്റിംഗ് പ്രോസസ്സിനാണ് അധികം ഉപയോഗിക്കുന്നത് അല്ലേ. നമ്മൾ അസൈൻമെൻറ്റ് എഴുതാനോ അല്ലെങ്കിൽ അധികം സാർ പറഞ്ഞ മാതിരി AI ഇപ്പം നോവൽ എഴുതുന്നു, അതുപോലെ AI ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള ഫിലിം ഇറങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഈ വായനയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ഘട്ടങ്ങളായിട്ട് AI നമുക്ക് യൂസ് ചെയ്യാം. ഒന്ന് എന്ന് പറയുന്നത് വായനേൻ്റെ മുമ്പ് നമുക്കൊരു AI അസിസ്റ്റൻ്റായിട്ട്, പ്രത്യേക ശ്രദ്ധിക്കുക, അസിസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യാം. വായനേൻ്റെ മുമ്പ്, വായന നടക്കുന്ന സമയത്ത്, അതിന് ശേഷവും. ഈ 3 ഘട്ടങ്ങൾ പരിശോധിച്ചാൽ ഇപ്പം വായനേൻ്റെ മുമ്പാണെങ്കിൽ നിങ്ങൾ നോക്കാം. ഇപ്പം നിങ്ങളൊരു ഏതെങ്കിലും ഒരു ഷോർട്ട് സ്റ്റോറി ഏതെങ്കിലും ഒന്ന് വായിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം ദ ലോട്ടറി എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് സ്റ്റോറി വായിക്കുകയാണ് വിചാരിക്കുക. അപ്പം അതിൻ്റെ വായനേൻ്റെ മുമ്പേ അത് ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ പല നോവലുകളും ഒരു ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ റിയൽ ലൈഫ് ഇൻസിഡൻ്റായിട്ട് വെച്ചിട്ടാണ് എഴുതിയിട്ടുണ്ടാവുക. ആ സമയത്തുള്ള അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് വായനേൻ്റെ മുമ്പേ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഈ AI ചാറ്റ് ബോർഡിനോട് ചോദിക്കാം. ChatGPT ആവട്ടെ, ജെമിനി ആവട്ടെ, അല്ലെങ്കിൽ അത് ആ സ്റ്റോറി എഴുതിയിരിക്കുന്ന ടൈം പീരീഡ്, അതിൻ്റെ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ആ സ്റ്റോറി റിലീസ് ചെയ്തപ്പം നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അന്നത്തെ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ അവസ്ഥ എന്താണെന്ന് പോലും നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോറി വായിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമുക്ക് പോകാൻ പറ്റും. വേറൊന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, പ്രീ റീഡിങ്ങിന് മുമ്പായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, പല വാക്കുകളും വൊക്കാബുലറി നമുക്കറിയാത്ത വാക്കുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ടാവും. അപ്പോൾ ഈ നോവലിൽ വരുന്ന അല്ലെ ഷോർട്ട് സ്റ്റോറിയിൽ വരുന്ന അത്തരം വാക്കുകളെ കുറിച്ചിട്ടുള്ള മുൻകൂട്ടിയുള്ള ഒരു ധാരണ. AI കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമുക്ക് ഇതിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി അവൈലബിൾ ആവണം. സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ ഡിജിറ്റൽ കോപ്പി അവൈലബിൾ ആയാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ആദ്യമായിട്ട് വേണ്ടത്. ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഇപ്പോൾ വില്യം ഷേക്സ്പിയറിനെ കുറിച്ചിട്ടുള്ള ഒരു പ്ലേ അല്ലെങ്കിൽ ഡ്രാമയാണെങ്കിൽ അതൊക്കെ ഈ AI പ്ലാറ്റ്ഫോം ഗൂഗിളിൻ്റെ ജെമിനിയിലോ അല്ലെങ്കിൽ ChatGPTയിലോ റെഡ്ലി അവൈലബിൾ ആയിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ. അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശസ്തമായ എല്ലാ കൃതികളും ഇതിൻ്റെ ഡാറ്റാബേസിൽ അവൈലബിൾ ആയിരിക്കും. അല്ലാത്തത് നമ്മൾ ആ ഡാറ്റാബേസിലേക്ക് ChatGPTയിലേക്കോ ജെമിനിയിലേക്കോ അപ്ലോഡ് ചെയ്യണം ഈ ഡിജിറ്റൽ വേർഷൻ. എന്നിട്ട് നിങ്ങൾ വായിക്കുന്നതിന് മുമ്പേ ഈ കഥയിൽ വരുന്ന പ്രധാന വാക്കുകൾ അല്ലെ വൊക്കാബുലറി ഏതൊക്കെയെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡെഫിനിഷൻ അടക്കം ഈ AI ടൂളുകൾ നമുക്ക് തരും. അപ്പോൾ നമുക്ക് ഈ കഥയെ കൂടുതൽ മനസ്സിലാക്കാനും ഉള്ള ഒരു അവസരം അതുകൊണ്ട് വന്നു ചേരുകയാണ്. വേറൊന്നെന്ന് പറയുന്നത് ഈ പ്രീ റീഡിങ് വായനേൻ്റെ മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, പ്രത്യേകിച്ച് നോൺ ഫിക്ഷൻ ആയിട്ടുള്ള നിങ്ങൾ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് അത് കൂടുതൽ വരുന്നത്. ഏതൊരു AI ടൂള് എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം പറയുന്നത് അത് സമ്മറൈസ് ചെയ്തിട്ട് തരും അല്ലേ, ഒരു ചുരുക്കരൂപം തരും. അപ്പോൾ നിങ്ങൾ റിസർച്ച് ആർട്ടിക്കിൾ ആണെങ്കിൽ നമുക്ക് അബ്സ്ട്രാക്റ്റ് ഉണ്ട് അല്ലേ. അബ്സ്ട്രാക്റ്റ് എന്താ തരുന്നത്, അത് വായിച്ചതിന് തുല്യം ഒരിക്കലും ആവില്ല, പക്ഷേ ഒരു സൂചന ഇതിലെന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു സൂചന നമുക്ക് തരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നെ തീരുമാനിക്കാം ഇത് വായിക്കണോ വേണ്ടയാണോ, ഇതിൻ്റെ ഇൻട്രസ്റ്റിന് ചേരുന്നതാണോ. അങ്ങനെയുള്ളൊരു ചെറിയൊരു സമ്മറി, ആ സമ്മറി തന്നെ നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. ഇപ്പം എല്ലാം നമ്മൾ ഈ പ്രോംപ്റ്റ് കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ്. ഒരു 3 സെൻറ്റൻസിൽ സമ്മറി തരാൻ പറഞ്ഞാൽ അത് തരും. ഇതൊക്കെ നമ്മൾ വായിക്കുന്നതിന് മുമ്പേ ആ സ്റ്റോറീനെ ആ നോവലിനെ ഡീപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്ന ആണ് ഈ AI ടൂൾസ് എല്ലാം. പിന്നീട് നമ്മൾ വായനയിലേക്ക് വരുമ്പം വായന ഘട്ടം ഘട്ടമായി ഓരോ ചാപ്റ്റർ കഴിഞ്ഞിട്ടാണെങ്കിലും ഈ AI ടൂൾസ് നമ്മൾ വായനൻ്റെ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നുള്ളൂ.
പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ വായിച്ചു വിചാരിക്കുക, നോവലിൻ്റെ ചാപ്റ്റർ വായിച്ചു, അതിലുള്ള സെൻട്രൽ തീമോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രവേഴ്ഷ്യൽ പോയിൻ്റോ തീമിനോ വെച്ചിട്ട് നമുക്ക് എഐനോട് ചാറ്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതിന് റെസ്പോൺസ് തരും, നിങ്ങൾ ഫോളോ അപ്പ് ആയിട്ട് വീണ്ടും അതിനെപ്പറ്റി ചോദിക്കാം. അതായത് ഒരു റീഡിങ് പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു തോട്ട് പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് പാർട്ട്ണർ എന്ന രീതിയിൽ ഈ ടൂളിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വായനേൻ്റെ സമയത്ത്. പലപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് എയിനോട് തന്നെ ഡെവലപ്പ് ചെയ്യാൻ ചോദിക്കാൻ പറ്റും ഒരു നോവലിനെ കുറിച്ചിട്ട്. അതിനുള്ള ഒരു ഡിബേറ്റ്, അതായത് പോസിറ്റീവ് ഡിബേറ്റ്, നിങ്ങളുടെ ഈ ടെക്സ്റ്റ് വായിച്ചിട്ട് നിങ്ങളെ സ്റ്റാൻഡ് എന്താണ്, എടുക്കേണ്ട സ്റ്റാൻഡ് എന്താണ്, ഇതെല്ലാം നമുക്ക് പ്രോംപ്റ്റിലൂടെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആയിട്ട് ഒരു ചർച്ച, പോസിറ്റീവ് ചർച്ച സാധിക്കാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ഈ ടെക്സ്റ്റിനെ, അല്ലെങ്കിൽ ഏതൊരു ടെക്സ്റ്റാണ്, നോവലായിക്കോട്ടെ ഷോർട്ട് സ്റ്റോറി ആയിക്കോട്ടെ, ഇതിന് ഡീപ്പ് തിങ്കിങ് പ്രോസസ്സ് നടക്കും, റീഡിങ്ങിൻ്റെ കുറച്ചുകൂടി കോംപ്രിഹെൻഷൻ നടക്കും. ഇതിനൊക്കെ സഹായിക്കുന്നതാണ് ഈ ചാറ്റ് ബോട്ടുകൾ. വേറൊന്നുള്ളത് നമുക്ക് വായനയ്ക്ക് ശേഷമുള്ളതാണ്. വായനേൻ്റെ ശേഷത്തിലും ഇതുതന്നെയാണ് സ്ഥിതി. നമുക്ക് കൂടുതൽ മൊത്തം വായിച്ച ശേഷം നിങ്ങൾക്ക് ഉണ്ടായ ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്ന് എയിനോട് ചോദിക്കാം, അല്ലെ എയിനോട് തന്നെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ തരാൻ പറയാം. അത് നിങ്ങളുടെ ഒപ്പീനിയനായിട്ട് യോജിക്കുന്നുണ്ടോ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ഇല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ AI അസിസ്റ്റൻസോടുകൂടി നമുക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. വേറൊന്ന് എന്നുള്ളത്, പലപ്പോഴും വായന പ്രയാസമായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവർക്കാണെങ്കിൽ ഇതിനെ നമുക്ക് അറിയാം, ഇതിൻ്റെ പലതരം പോസിബിലിറ്റീസാണ് അല്ലേ. ടെക്സ്റ്റിനെ എന്താക്കി മാറ്റാൻ പറ്റും, സ്പീച്ചായിട്ട് മാറ്റാൻ പറ്റും. ഇപ്പോൾ ചിലവരൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ട് തിരക്കായതുകൊണ്ട് ഓഡിയോ ബുക്കാണ് കേൾക്കുന്നത്. അവർക്ക് ഇപ്പം മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത് ഞാൻ പ്രൊമോട്ട് ചെയ്യാത്തൊരു സാധനമാണ്. പക്ഷെ ആ മൾട്ടി ടാസ്കിങ് പോസിബിലിറ്റി ഇതിലും പറ്റും. അതായത് ഒരു ഓഡിയോ ബുക്കാക്കി നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ പൊതുവേ നമ്മൾ മലയാളത്തിൽ കംഫർട്ടബിൾ ആണ് അല്ലേ. ഒരു ഫോറിൻ ലാംഗ്വേജിലുള്ള ഒരു ബുക്കാണെന്ന് വിചാരിക്കാം, നമ്മളുടെ സ്വന്തം ഭാഷയിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ ഉള്ള കേപ്പബിലിറ്റി ഓൾമോസ്റ്റ് എല്ലാ ഏജിനും ഉണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം. പ്രൈമറി നമ്മളുടെ ലാംഗ്വേജിൽ തന്നെ നമുക്ക് വായിക്കണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. വേറൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇതിലുള്ള കഥാപാത്രങ്ങളായിട്ട്, അതായത് ഓതേഴ്സ്, ഇപ്പോൾ നമ്മളെ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഈ ഓതേഴ്സായിട്ടുള്ള ചർച്ച നടക്കാറുണ്ട് ലൈവായിട്ട്. ബുക്കുകൾ എഴുതിയിട്ടുള്ള ഫേമസ് ഓതേഴ്സായിട്ട് അല്ലാത്തവരൊക്കെ ആയിട്ട് ചർച്ച നടക്കാറുണ്ട്. ഇതും ഇപ്പോൾ കാൻമിഗോ എന്നൊക്കെ പറഞ്ഞ കുറേ അസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓതേഴ്സായിട്ട് വെർച്വൽ ഒരു കോൺവേഴ്സേഷൻ, അല്ലെങ്കിൽ അതിലുള്ള ക്യാരക്ടേഴ്സായിട്ട്, ആ നോവലിലുള്ള ക്യാരക്ടേഴ്സായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. പലപ്പോഴും ആയിട്ട് നമ്മൾ സംവദിക്കുമ്പം നമ്മളെ ആരും ജഡ്ജ് ചെയ്യില്ല. ശരിക്കും ഈ നോവൽ വായിച്ച വേറൊരാളായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. പക്ഷേ ആയിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മളെ ജഡ്ജ് ചെയ്യില്ല, പേഴ്സണലായിട്ട് ജഡ്ജ് ചെയ്യില്ല. അങ്ങനെ ഒരു ബെനിഫിറ്റ് അതിനുണ്ട്. ഇത് മാത്രമാണെന്നല്ല ഞാൻ പറയുന്നത്, ഇത്തരം ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം നമ്മൾ ഈ വായനയെ കൂടുതൽ പരിപോഷിക്കാൻ കൊണ്ട് പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു നിർത്തുന്നത്. താങ്ക് യു. നമ്മളുടെ ഈ സെക്ഷനിൽ നമ്മൾ അക്കാദമിക് കമ്മ്യൂണിറ്റീനെയാണ് നമ്മളിവിടെ ഊന്നൽ നൽകിയിട്ടുള്ളത്. അപ്പം ഈ അക്കാദമിക് കമ്മ്യൂണിറ്റിയിൽ ഈ ഒരു മാറുന്ന വായന എന്തൊക്കെ മാറ്റങ്ങളാണ്, അവരേത് രീതിയിൽ അത് സ്വാധീനിച്ചു, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളുടെ പ്രശാന്ത് സാറ് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സാറിന് സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മാറുന്ന വായനയുടെ തലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ, പ്രത്യേകിച്ചും UG, PG, PhD വിദ്യാർത്ഥികൾക്കിടയിൽ വന്ന വായനയിൽ വന്ന മാറ്റങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു ഘടകം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചർച്ചയ്ക്ക് ഒരു വിഷയമായിട്ട് എടുത്തത്. അറിയാം, മുമ്പിലിരിക്കുന്നതിൽ കൂടുതൽ പേരും UG സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു. അവരുടെ ഇതിലേക്ക് നമുക്ക് അടുത്ത ഘട്ടത്തിൽ വരാം. ഇപ്പോൾ പൊതുവായിട്ട് കണ്ടുവരുന്നത്, ഞാനൊരു പ്രൊവിൻസ് കോളേജ് ലൈബ്രറിയിലാണ്. അപ്പോൾ അവിടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലുള്ള PG, PhD സ്റ്റുഡൻസിൻ്റെ ഒരു വായനാനുഭവങ്ങളിലൂടെ പോകുമ്പോൾ നമ്മുടെ പഴയ തലങ്ങളിൽ നിന്ന് ഒരുപാട് മാറി വിദ്യാർത്ഥികളുടെ വായന. ഒരു ഡീപ്പ് റീഡിങ് അല്ലെങ്കിൽ റെഫറൻസ് ബുക്കുകൾ, അക്കാദമിക് റീഡിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സാർ നേരത്തെ പറഞ്ഞ ഫിക്ഷൻ റീഡിങ്ങിനെ കുറിച്ചല്ല. അക്കാദമിക് റീഡിങ്ങിലേക്ക് വരുമ്പോൾ ഒരു റെഫറൻസ് ബുക്കുകൾ വായിക്കുക എന്നുള്ളൊരു
പിന്നെ ചിന്താഗതിയും ആവശ്യകതയും കുട്ടികളിൽ തീരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും സ്പീഡായിട്ടുള്ള യുഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സ്പീഡായിട്ട് നമുക്ക് മുന്നിൽ ഇൻഫർമേഷൻസ് കിട്ടുന്നു. അപ്പോൾ എല്ലാം ക്യാപ്സൂൾ രൂപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കുകളാണെങ്കിൽ പോലും പൊതുവേ കുട്ടികൾ ചോദിച്ചു വരുന്നത്, കുട്ടികളും മാത്രമല്ല ടീച്ചേഴ്സും ചോദിച്ചു വരുന്നത് ഇതിൻ്റെ PDF കിട്ടാറുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം PDF കിട്ടുകയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ നമുക്ക് എന്താണ് ഒരു കണ്ടന്റിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് പേജുകൾ മറിച്ച് കണ്ടുപിടിച്ച് വായിച്ചു പോയാൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൊരു കണ്ടന്റിലേക്ക് ചിലപ്പോൾ എത്തുള്ളൂ. PDF ആണെങ്കിൽ നമുക്ക് എന്താണ് ഒരു കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ആ വാക്കിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളൊരു ടേമിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതിലൂടെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു എന്താണ് നല്ലതും ദൂഷ്യമായ വശങ്ങളാണ് നമ്മൾ ഈ ഒരു യുഗത്തിൽ അല്ലെങ്കിൽ കാലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതേ ഒരു ആംഗിൾ തന്നെയാണ് PhD റിസർച്ച് സ്കോളേഴ്സിൻ്റെ ആംഗിളിലും വരുന്നത്. ഇപ്പോൾ റിസർച്ച് എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. നേരത്തെ നമുക്ക് എന്താണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത് എന്താണ് മാസങ്ങളോ അല്ലെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളൊക്കെ എടുക്കുന്നൊരു പ്രോസസ്സായിരുന്നു 100-100 ലിറ്ററേച്ചർ ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ അതെന്താണ് മണിക്കൂറുകളോ അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ടോ നമുക്ക് ലിറ്ററേച്ചറുകൾ നമ്മുടെ മുന്നിൽ റെഡിയാണ്. അപ്പോൾ പണ്ട് നമ്മൾ ആ ലിറ്ററേച്ചറുകളിലൂടെ പോകുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് അതിൻ്റെ അബ്സ്ട്രാക്റ്റുകളെങ്കിലും ഫുൾ ടെക്സ്റ്റ് വായിച്ചില്ലെങ്കിൽ അബ്സ്ട്രാക്റ്റുകളെങ്കിലും എന്താണ് ആ സ്കോളർ വായിച്ചിരുന്നു. ഇപ്പോഴും നമ്മളെന്താണ് പ്രോംപ്റ്റും കീവേഡും നമ്മുടെ AI ടൂളുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ റെഡിമെയ്ഡായിട്ട് 50 എണ്ണം വേണമെങ്കിൽ 50 എണ്ണം, 100 എണ്ണം വേണമെങ്കിൽ 100 എണ്ണം എന്ന് പറഞ്ഞ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരികയാണ്. അപ്പോൾ അതിനകത്ത് തരുന്നത് പലതും ശരിയാണോ അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന റെഫറൻസ് ഓതേഴ്സും ടൈറ്റിലും എല്ലാം ആക്യുറേറ്റ് ആണോ എന്ന് പോലും നമ്മൾ പലപ്പോഴും ചെക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു ദുരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പലതും എന്താണ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുന്നു. അത് നമ്മുടെ പ്ലാജിയറിസം എന്ന് പറയുന്ന ഇതിലൂടെ പോകുമ്പോഴും ഇപ്പോൾ നമ്മുടെ AI ടൂളുകൾ ജനറേറ്റ് ചെയ്യുന്ന അത്രയും ആക്യുറേറ്റ് ആയിട്ടില്ല പല നമ്മുടെ പ്ലാജിയറിസം ഡിറ്റക്ഷൻ ടൂളുകളും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു പരിധി വരെ നമ്മൾ ഒരുപാട് പ്ലാജിയറിസ് ചെയ്യപ്പെടാതെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഘട്ടം ഘട്ടമായിട്ട് അതും ഡെവലപ്പ് ചെയ്യുമ്പോൾ അതും ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വരും. നമുക്കൊരു AI ടൂള് സാർ പറഞ്ഞ പോലെ ഒരു AI അസിസ്റ്റായിട്ട് എടുക്കാമെന്നല്ലാതെ നമ്മളെ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു സാധനമായിട്ട് നമ്മൾ AI കാണരുത് എന്നുള്ളതാണ് പ്രത്യേകിച്ചും റിസർച്ച് സ്കോളേഴ്സിൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളൊരു കാര്യം. നമുക്ക് അതിനെ ഈ പറയുന്ന ലിറ്ററേച്ചർ റിവ്യൂയുടെ കാര്യത്തിലും പിന്നെ ഡാറ്റ അനാലിസിസിൻ്റെ കാര്യത്തിലും ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാക്കുന്ന കാര്യത്തിലും എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് ആ വിഷയാവതരണം 1-2 ഓപ്പൺ വൈവേയിൽ ഇരുന്നപ്പോൾ പലപ്പോഴും വരുന്ന ക്വസ്റ്റിനെ റിസർച്ച് സ്കോളർക്ക് ഫേസ് ചെയ്യാൻ പറ്റാതെ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുമായിട്ട് ഒരു ക്വസ്റ്റിനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഓൾറെഡി റെഡിമെയ്ഡായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഇൻഫർമേഷൻസാണ് തിസീസിലുള്ളത്. അപ്പോൾ ആ തിസീസ് പോലും കംപ്ലീറ്റ് ആയിട്ട് വായിക്കാതെയാണ് ഒരു ഓപ്പൺ ഡിഫൻസിലേക്ക് ഒരു സ്കോളർ പോകുന്നു എന്നുള്ളൊരു ദുരവസ്ഥയും കൂടെ നമുക്ക് മുന്നിൽ ഇപ്പോഴുണ്ട്. നമുക്ക് അതിൻ്റെ പോസിറ്റീവ് സൈഡുകളെല്ലാം എടുക്കാം. നമ്മുടെ ഒരുപാട് ടൈം സേവ് ചെയ്യാൻ സഹായിക്കുന്നു, നമ്മളെ ഓർഡർ ആക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് എന്താണ് ക്വിൽബോട്ട് പോലെയും ഗ്രാമർലി പോലെയൊക്കെയുള്ള ഒരുപാട് പാരാഫ്രൈസിങ് ടൂളുകളെല്ലാം ഉണ്ട്. അതെല്ലാം നമുക്ക് നമ്മുടെ പോസിറ്റീവ് കാര്യങ്ങളിലൂടെ എടുക്കാം. അതിൻ്റെ ആ ഒരു കണ്ടന്റ് എന്താണ്, നമ്മൾ എഴുതി വെക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതൊന്ന് ഫുള്ളായിട്ട് വായിച്ചു നോക്കാനുള്ളൊരു അതിപ്പം നമ്മൾ റിസർച്ച് സ്കോളേഴ്സ് ആണെങ്കിൽ സ്റ്റുഡൻസും പലപ്പോഴും സംഭവിക്കുന്നതാണ്. നമ്മൾ അസൈൻമെൻറ്റിൻ്റെയൊക്കെ കാര്യത്തിൽ കാണാം, ChatGPT ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്ന അതേ ടെക്സ്റ്റ് പ്രിൻ്റ് ഔട്ട് അല്ല പറയുന്നത്, ഹാൻഡ് റൈറ്റർ ആണെങ്കിൽ പോലും അത് അതേപോലെ എഴുതിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ക്വസ്റ്റുമായിട്ട് പലപ്പോഴും ചിലപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളായിരിക്കും വിദ്യാർത്ഥികൾ എഴുതി വരുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് കൊടുക്കുന്ന പ്രോംപ്റ്റുകളെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം. നമുക്ക് കിട്ടേണ്ട റിസൾട്ടുകളെ കുറിച്ചും നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് എന്തിന് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം. ഈ പറയുന്ന AI ടൂളുകളെല്ലാം നമുക്ക് മാറിയ കാലത്ത് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം. അതുപോലെ പിന്നെ മറ്റൊരു ഘടകമാണ് ഇപ്പോൾ UG സ്റ്റുഡൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ വായനയിൽ വന്നുകൊണ്ടിരിക്കുന്നൊരു മാറ്റം. നമ്മളിപ്പോൾ ഈ ബുക്കുകളാണെങ്കിലും ഇപ്പോൾ ദിനേശ് സാർ പറഞ്ഞ പോലെ നമ്മൾ വളരെ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയ ബുക്കുകളുടെ പിന്നാലെയാണ് സ്റ്റുഡൻസ് പോകുന്നത്. അതും പഴയ പോലെ 300-500 പേജുള്ള ബുക്കുകൾ വായിക്കാൻ ഇപ്പോൾ ഉള്ള തലമുറ റെഡിയല്ല. എല്ലാം ക്യാപ്സൂളിലേക്ക് പോവാണ്. വളരെ ചുരുങ്ങിയ 100-150 പേജുള്ള വായന മരിക്കുന്നൊന്നുമില്ല, വായന നന്നായിട്ട് പോകുന്നുണ്ട്, വായിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെ ഗഹനമായൊരു വായനയിലേക്ക് പോകുന്നില്ല, എല്ലാം ക്യാപ്സൂൾ രൂപത്തിലേക്ക് ഒതുങ്ങുകയാണ്. ഇപ്പോൾ രാംകാറോഫ് ആനന്ദി അല്ലെങ്കിൽ നിംന വിജയുടെ നിന്നോട് എന്നൊക്കെ പറയുന്ന ബുക്കുകളൊക്കെ അഖിൽ പി ധർമ്മജൻ്റെ നിംന വിജയൊക്കെ ഒരു ഫേമസ് ഓതേഴ്സ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവാർഡുകൾക്ക് കിട്ടി, ഇപ്പോൾ ഫേമസ് ആണ്. പക്ഷേ അവർ ആദ്യ ബുക്കുകൾ എഴുതുന്ന കാലത്ത് അവരൊട്ടും ഫേമസ് ഓതേഴ്സ് ആയിരുന്നില്ല. നമ്മുടെ സോഷ്യൽ മീഡിയയുടെ സഹായത്തോടെ വളരെ ട്രെൻഡിങ് ഓതേഴ്സ് ആയിട്ടുള്ള എഴുത്തുകാരാണ് അവർ. അതുകൊണ്ടാണ് ഇപ്പോൾ അഖിൽ പി ധർമ്മജൻ്റെ നിംന വിജയുടെ ഒക്കെ പുതിയ ബുക്കുകൾ വളരെ ചൂടപ്പം പോലെ പഴയതിൻ്റെ റിവ്യൂയുടെ മുകളിൽ വിറ്റുപോകുന്നു. അതുപോലെ മറ്റൊരു ബുക്കാണ് TD രാമകൃഷ്ണൻ്റെ ഇട്ടിക്കോര. 2009 ഇറങ്ങിയ ബുക്കാണ്. ഒരു പരിധിവരെ സീരിയസ് റീഡേഴ്സ് വായിച്ചിരുന്നു. അതിനുശേഷം പല ലൈബ്രറി റാക്കുകളിലും അത് പൊടി പിടിച്ചിരുന്നൊരു ബുക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ റീസെൻ്റായിട്ട് 2-3 വർഷം കൊണ്ട് അത് വീണ്ടും ട്രെൻഡിങ്ങായി മാറി. എനിക്ക് തോന്നുന്നു അതിന് ശേഷമാണെന്ന് തോന്നുന്നു TD രാമകൃഷ്ണൻ സാർ അതിൻ്റെ അടുത്ത വേർഷൻ അല്ലെങ്കിൽ അതിൻ്റെ സെക്കൻഡ് വേർഷനുമായിട്ട് മുന്നോട്ട് വരാൻ പ്രചോദനമായതും
ഈ സോഷ്യൽ മീഡിയ ട്രെൻഡാണെന്ന് തോന്നുന്നു. അപ്പോൾ പുതിയ എഴുത്തുകാർക്ക് ഒരു പരിധിവരെ പുതിയ വായനക്കാരെ കിട്ടാൻ സോഷ്യൽ മീഡിയ ഒരു നല്ല പ്ലാറ്റ്ഫോമായിട്ട് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡുണ്ട്. പക്ഷേ അപ്പോഴും പഴയ നമ്മളെ MD വാസുദേവൻ സാറയോ അല്ലെങ്കിൽ അതുപോലെയുള്ള പഴയ ഗഹനമായ ബുക്കുകൾ വായിക്കാൻ, അല്ലെങ്കിൽ ആ ബുക്കുകൾ പോകുന്നത് നമ്മളെ ലൈബ്രറിയിലുള്ള ഓരോ ദിവസവും ബുക്കിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയാൽ അറിയാം. അങ്ങനെയുള്ള ബുക്കുകൾ മൂവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ റെയറായിട്ടാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഒരു പുതിയ ന്യൂ അറൈവൽസിൻ്റെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയ ബുക്കുകൾക്ക് നമ്മൾ ആ ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം മുതൽ ആവശ്യക്കാരാണ്. അപ്പം കുട്ടികൾ വായിക്കുന്നുണ്ട്, പക്ഷേ വായനയുടെ ഒരു തലം കാര്യമായിട്ട് മാറിയിരിക്കുന്നു. എനിക്കൊന്ന് എഴുത്തുകാരും അത് ഉൾക്കൊണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു പുതിയ ബുക്കുകളെല്ലാം ആ രീതിയിലേക്ക് പഴയ പോലെയുള്ള വലിയ കണ്ടന്റുകളിലേക്കല്ല പോകുന്നത്. പുതിയ ജനറേഷനെ പിടിച്ചിരുത്താൻ പറ്റുന്ന കണ്ടന്റുകളിലേക്കാണ് എഴുത്തുകാരും മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ ബാക്കിയുള്ള വിഷയങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളുടെ പോസിറ്റീവ് നെഗറ്റീവ് നിങ്ങളുടെ അടുത്തു നിന്നുള്ള സജഷനും കൂടെ വെച്ചുകൊണ്ട് നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കി മുന്നോട്ട് പോകാമെന്ന് തോന്നുന്നു. നന്ദി. ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചർച്ചയ്ക്ക് നിങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ്. ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മളിവിടെ സംസാരിച്ചതിൽ വായനയുടെ വിവിധ തലങ്ങൾ, അതിൽ ഒരുപാട് ആഴത്തിലേക്ക് പോയിട്ടില്ല. നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഴത്തിലേക്ക് പോകാം എന്നുള്ള രീതിയിലാണ് പിന്നെ ഉള്ളത്. അതിൽ ഒരു പ്രധാന വിഷയം നമ്മളിവിടെ സംസാരിച്ചത് നിർമ്മിത ബുദ്ധിയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗമാണ്. അത് എത്ര കണ്ട് നമുക്ക് അനുകൂലമായിട്ട് അത് ഫിക്ഷൻ റീഡിങ്ങിലായാലും ശരി, മറ്റ് നമ്മുടെ പഠന ഗവേഷണ കാര്യങ്ങൾക്കായാലും ശരി എങ്ങനെ ഉപയോഗിക്കാം എന്ന രീതിയിലാണ് പിന്നെ ഡോക്ടർ പ്രശാന്ത് ഇവിടെ അവതരിപ്പിച്ചത്. അതിൻ്റെ നെഗറ്റീവ് സൈഡും വേണമെങ്കിൽ പിന്നെ കുറച്ച് നെഗറ്റീവ് സൈഡ്സ് എങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഡോക്ടർ പ്രശാന്ത് അതിനെപ്പറ്റി സംസാരിക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം നമ്മുടെ ലൈബ്രറിയുടെ ഒരു ട്രെൻഡ്, അല്ലെ ലൈബ്രറിയിലേക്ക് ആളുകൾ വരുന്നതും കുട്ടികൾ പുസ്തകം വായിക്കുന്നതും ഡോക്ടർ പ്രശാന്ത് പറഞ്ഞു. ഇപ്പം പിന്നെ ഫ്രാൻസിസ് സിറ്റിക്കോര പോലെയുള്ള പുസ്തകങ്ങൾ കൂടുതലായിട്ട് പിന്നെ കുട്ടികളിപ്പം ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഫ്രാൻസിസ് സിറ്റിക്കോരയ്ക്ക് ശേഷം TD രാമകൃഷ്ണൻ കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ എന്ന പുസ്തകം അത് സീരിയലൈസ് ചെയ്ത് മാതൃഭൂമിയിൽ വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിൽ ആ പുസ്തകം വരുന്നു. ഇവിടെയൊക്കെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് വളരെ കാര്യമായിട്ട് ഉണ്ട്. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പുസ്തകങ്ങളെക്കുറിച്ച് പുസ്തകങ്ങളെ പോപ്പുലറൈസ് ചെയ്യുന്നതിന് റീൽസ് ഇറങ്ങുന്ന ഇത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ അതുപോലെ ആ രീതിയിൽ പുസ്തകങ്ങളെയും പിന്നെ അതുപോലുള്ള കാര്യങ്ങളെ പോപ്പുലറൈസ് ചെയ്തുകൊണ്ട് വായനയിലേക്ക് ആളുകൾ കൂടുതലായിട്ട് വരുന്ന ഒരു പിന്നെ കാലഘട്ടമാണ്. അതേപോലെ തന്നെ എഴുത്തുകാരുടെ ഭാഗത്തുനിന്ന് ഈ പറഞ്ഞ പോലെ ഒരു കഥ അല്ലെങ്കിൽ ഒരു കുറച്ച് വലിയ കഥ ഒരു പുസ്തകമായിട്ട് ഇറക്കുന്ന ഒരു ട്രെൻഡ് കൂടി ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്കറിയാം, നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഈ ചെറുകഥ സാഹിത്യം തന്നെ വരുന്നത് അങ്ങനെയാണ്. ചെറുകഥ സാഹിത്യം തന്നെ വരുന്നത് ഈ പിന്നെ നോവലുകൾ വായിക്കാൻ ആളുകൾക്ക് അത്ര സമയം, അല്ലെങ്കിൽ ഇപ്പം ഈ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും വായിക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു നോവൽ ഫുള്ളായിട്ട് വായിച്ച് തീർക്കാനുള്ള സമയം ചിലപ്പം കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു യാത്രയിൽ അത് വായിച്ച് തീരില്ല. പിന്നെ അതിന് കണ്ടിന്യൂവേഷൻ പിന്നെ ഒരു പ്രശ്നമാവുന്നത് കൊണ്ട് അങ്ങനെയുള്ള പിന്നെ ഒരു വായനക്കാർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ചെറുകഥ എന്ന് പറയുന്ന സാഹിത്യശാഖ തുടങ്ങിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലുള്ള എഴുത്തുകളും ഇനിയിപ്പം പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് സമയമെടുത്താൽ ഒരുപാട് ദിവസം എടുത്ത് വായിക്കുന്ന ഒരു ട്രെൻഡിൽ നിന്ന് കുറച്ച് സമയം വായിച്ച് പിന്നെ പെട്ടെന്ന് വായിച്ച് തീർക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറുന്നതോട് കൂടിയിട്ട് എഴുത്തും അങ്ങനെ തന്നെ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ചർച്ച പോകുന്നത്. അപ്പോൾ ഇവിടെ വായനയുടെ പ്രതലങ്ങൾ എന്ന് പറയുന്നത് വായനയുടെ രീതികളാവാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോമുകളാവാം. ഇപ്പം നമുക്കറിയാം, ഇപ്പം പിന്നെ
പല പുസ്തകങ്ങളും നമുക്ക് കിൻഡിലിലൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകം ഡെത്ത് ഓഫ് എൻ ഓതർ എന്ന് പറയുന്ന പുസ്തകം കിൻഡിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഓഡിയോ പുസ്തകമായിട്ടും അവൈലബിൾ ആണ്, പക്ഷേ പ്രിൻ്റ് പുസ്തകമായിട്ട് അവൈലബിൾ അല്ല. അപ്പോൾ ഒരു കാലത്തൊരു ട്രെൻഡ് ഉണ്ടായിരുന്നത് പുസ്തകത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ ജേണൽ ആർട്ടിക്കിളിൻ്റെ കാര്യത്തിലും അതുപോലെ പിന്നെ റിസർച്ച് പബ്ലിക്കേഷൻ്റെ കാര്യത്തിൽ ഓൺലൈൻ ജേണൽസും ഓൺലൈനായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു, കുറച്ച് മുമ്പേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും മാറിയിട്ട് പ്രിൻ്റ് പുസ്തകങ്ങളിലേക്ക് വരികയാണ് എന്നാണ് പറയുന്നത്. അതായത് പേജ് സ്നിഫേഴ്സ് എന്നാണ് പറയുക. ഈ പ്രിൻ്റ് പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ പേജ് സ്നിഫേഴ്സ് എന്നാണ് പറയുക. പേജ് സ്നിഫേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഈ പുതിയ പുസ്തകത്തിൻ്റെ മണം ആസ്വദിക്കുന്നത് തന്നെ ഒരു വലിയ ഒരു പിന്നെ ആസ്വാദനമാണ്. പുസ്തകം വായിക്കുന്നതോടൊപ്പം തന്നെ ആ പുസ്തകത്തിൻ്റെ മണം പോലും നമുക്ക് ഒരു ആസ്വാദനം തരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് ട്രെൻഡ് മാറി വരുന്നു, വായനയുടെ ട്രെൻഡ് മാറുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക്കിലേക്ക് പോയതൊരു വലിയ ട്രെൻഡായിരുന്നു. ഇലക്ട്രോണിക്കിൽ നിന്ന് മാറി വീണ്ടും പ്രിൻ്റിലേക്ക് വരുന്ന ഒരു ട്രെൻഡ് വീണ്ടും നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് വായനയുടെ തലങ്ങളെപ്പറ്റി പൊതുവായിട്ട് അല്ലെങ്കിൽ ഒരു പിന്നെ ഉപരിപ്ലവമായിട്ട് എന്ന് പറയാം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അതിൽ ഡീപ്പായിട്ട് പോകുന്ന നിങ്ങളുടെ ചോദ്യങ്ങൾക്കനുസരിച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചും കൂടുതൽ പോകാം എന്ന് വിചാരിക്കുന്നു. എന്തായാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നമ്മുടെ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന അതിൻ്റെ ഉപയോഗത്തോടൊപ്പം തന്നെ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ചില കാര്യങ്ങൾ കൂടി ഡോക്ടർ പ്രശാന്ത് പറയുമെന്ന് വിചാരിക്കുന്നു. അതിന് ഡോക്ടർ പ്രശാന്തിന്. ഏതൊരു കാര്യത്തിനും നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ. അത് എഐൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു നോവലാണെങ്കിൽ, ഒരു ത്രില്ലർ നോവലാണെങ്കിൽ നിങ്ങളതൊരു സമ്മറൈസ് ചെയ്ത് തരാൻ പറഞ്ഞാൽ അതിൻ്റെ ത്രില്ലൊക്കെ പോകുമല്ലോ, അതിൻ്റെ റിസൾട്ട്. അതല്ല ഞാൻ പറഞ്ഞു വെച്ചത്, അതിനെങ്ങനെ ഉപയോഗിക്കാമെന്നാണ് വെച്ചത്. അതിൻ്റെ എസൻസ് ഒന്നും നഷ്ടപ്പെടാതെ റീഡിങ്ങിന് പകരമായിട്ട് വേറെ ഒന്നുമില്ല, അത് നമ്മൾ വായിച്ചു തന്നെ പറ്റുള്ളൂ. പക്ഷെ അതിന് സപ്പോർട്ടീവായിട്ട് എഐനെ യൂസ് ചെയ്യാമെന്നാണ് ഞാൻ ഫിക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ലിറ്ററേച്ചറിനെ കുറിച്ച് പറഞ്ഞത്. പിന്നെ ഇവിടെ അധികം ഓഡിയൻസും UGയോ PGയോ ടീച്ചേഴ്സോ ആയതുകൊണ്ട് തന്നെ നോൺ ഫിക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളിലും ഈ പ്രശാന്ത് പറഞ്ഞ പോലെ നമുക്ക് ചെറിയൊരു അസിസ്റ്റൻസ് ആയിട്ടാണ്. ഇപ്പോൾ ലിറ്ററേച്ചർ റിവ്യൂ തരാൻ പറഞ്ഞാലോ അതിൻ്റെ സമ്മറി ഉപയോഗിച്ച് നേരെ എഴുതാമെന്നല്ല, നമുക്ക് എന്തൊക്കെ ലിറ്ററേച്ചർ അവൈലബിൾ ആണ് നമ്മളുടെ പഠനത്തിന് വേണ്ടതെന്നുള്ള എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ. ഒരിക്കലും ഒരു പൂർണ്ണരൂപമാവില്ല. പൂർണ്ണരൂപമാണെങ്കിൽ നിങ്ങളുടെ ലൈബ്രറികളിൽ സെർച്ച് ചെയ്യണം, വേറെ ഡാറ്റാബേസുകൾ സെർച്ച് ചെയ്യണം. ഒരിക്കലും ഈ AI ഇൻ്റർഫേസുകൾ, അതായത് ജെമിനി അല്ലെ ചാറ്റ് ബോട്ട്, അക്കാഡമിക് ആയിട്ടുള്ള ഡാറ്റാബേസായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിന് അധികം സബ്സ്ക്രൈബ്ഡ് ആണ്. ഇത് ഇൻ്റർനെറ്റിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാബേസിൽ നിന്ന് മാത്രമേ സാധനങ്ങൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ അസൈൻമെൻറ്റ് തയ്യാറാക്കാൻ ChatGPT ഉപയോഗിക്കുമ്പോൾ റിസൾട്ടും അങ്ങനെയായിരിക്കും. ഇപ്പോൾ എൻ്റെ ലൈബ്രറിയിലാണെങ്കിൽ കുട്ടികൾ ലാസ്റ്റ് ഇങ്ങനെ വരും, അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കാര്യങ്ങൾക്കാണ് വരിക. ഒന്ന് സ്ട്രാപ്ലർ അടിക്കാൻ, രണ്ടാമത്തേത് റെഫറൻസ് എഴുതാൻ. അപ്പം ഞാൻ അവരോട് ചോദിക്കും, അല്ല നിങ്ങളതിന് ഇവിടെ വന്നിരുന്ന് റെഫർ ചെയ്യുന്നതൊന്നും ഞാൻ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും, ടീച്ചർ പറഞ്ഞിട്ടുണ്ട് കുറേ റെഫറൻസുകൾ വേണം. അതായത് അവർ ChatGPTയിൽ ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. ലാസ്റ്റ് എഴുതാനുള്ള റെഫറൻസ് ഈ 2 കാര്യങ്ങൾക്കാണ് വരുന്നത്. ഇപ്പോൾ PhD ആണെങ്കിൽ അതാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഒരിക്കലും നമുക്ക് പാരഫ്രൈസ് ചെയ്യാൻ, അതായത് നമ്മൾ ഒരു കാര്യം വായിച്ച് നമ്മളെ ഭാഷയിൽ എഴുതണം എന്നാണ് പറയുക. അസൈൻമെൻ്റ് ആണെങ്കിലും PhD പ്രൊജക്റ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളെ അണ്ടർ ഗ്രാജുവേറ്റോ പോസ്റ്റ് ഗ്രാജുവേറ്റോ പ്രൊജക്റ്റ് ആണെങ്കിൽ നിങ്ങളെ ഭാഷയിൽ എഴുതണം. അപ്പോൾ അതിന് സഹായിക്കുന്ന പാരഫ്രൈസിങ് ടൂളുകളുണ്ട്. വേറൊന്ന്, ഓൾറെഡി ഈ അക്കാഡമിക്കായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു സമ്മറിയാണ് നമുക്ക് തരുന്നത്. അത് അതേപോലെ ഉപയോഗിക്കാതെ സോഴ്സുകൾ കണ്ടെത്തിയും അവയെ വായിച്ചിട്ടും അത് വായിക്കണോ വേണ്ടേ എന്നുള്ള ഡിസിഷൻ എടുക്കാൻ നിങ്ങളെ സഹായിക്കും. ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ അതിൻ്റെ പോസിറ്റീവ് സൈഡാണ് ഉപയോഗിക്കേണ്ടത്. വായനയെ മാറ്റിമറിക്കാൻ വേറെ ഒന്നുമില്ല. ഇപ്പം ഞാൻ അവിടുത്തെ ഒരു 2-3 റിസർച്ച് സ്കോളേഴ്സിനോട് ചോദിച്ചു, അവർ 2-3 ആർട്ടിക്കിൾ വായിച്ചു. ഇപ്പോൾ സൈസ് സ്പേസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ PG സ്റ്റുഡൻസിനോ ടീച്ചേഴ്സിനോ ഒക്കെ പരിചയമുള്ള ഒരു AI ടൂളുണ്ട്. സൈസ് സ്പേസ് പറഞ്ഞാൽ ഒരുവിധം എല്ലാ സാധനങ്ങളും ചെയ്തു തരും. അപ്പം അതിലൊരു 2-3 ആർട്ടിക്കിൾ നിങ്ങളുടെ റിസർച്ചായിട്ടോ പ്രൊജക്റ്റായിട്ടോ ബന്ധപ്പെട്ടുള്ള 2-3 ആർട്ടിക്കിൾ അതിലിട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്നൊരു സമ്മറി, അതിനുശേഷം നിങ്ങൾ സ്വന്തമായ ആ 3 ആർട്ടിക്കിൾ വായിച്ചിട്ട് കിട്ടുന്ന സമ്മറി രണ്ടും വ്യത്യാസമുണ്ട്. അപ്പം ആദ്യത്തെ സമ്മറിക്ക് പോവാതെ ഇതിൻ്റെ വേറെ പല പോസിറ്റീവായിട്ടുള്ള സൈഡുകൾ, പാരഫ്രൈസിങ്, ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ,
വേറൊരു ഇത് പറഞ്ഞാൽ വെച്ചാൽ പ്ലജിയാരിസം എന്നുള്ള പ്ലജിയാരിസത്തിനെ തോൽപ്പിക്കാൻ ഇപ്പോൾ എളുപ്പമാണ്. പ്ലജിയാരിസം ഇപ്പം അങ്ങനെ പ്ലജിയാരിസം എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ടോ എന്നുള്ള കണ്ടന്റ് പെർസെൻറ്റേജ് ആയിട്ട് തരുന്നതാണ് പ്ലജിയാരിസം, ഇൻ്റർനെറ്റിൽ നിന്ന് എന്തെങ്കിലും ഉപയോഗിച്ചാൽ. പക്ഷേ ഇപ്പോഴത്തെ ചാലഞ്ച് പ്ലജിയാരിസം അല്ല. യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇപ്പം ഉള്ള ചാലഞ്ചായിട്ട് വരുന്നത് റിസർച്ച് സ്കോളേഴ്സിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെയൊക്കെ തീസിസ് ചെക്ക് ചെയ്യുമ്പം പ്ലജിയാരിസം 10% 5% താഴെയാണ്. പക്ഷേ AI ജനറേറ്റഡ് കണ്ടൻറ്റ് 50% കൂടുതലാണ്. അതൊരിക്കലും ആക്സെപ്റ്റബിൾ നിലയിലേക്ക് പോകാൻ പറ്റില്ല. അത് ഈ AI ടൂളിൻ്റെ അമിതമായ യൂസേജ്, പഠിക്കുന്ന കാലം മുതൽ തന്നെ അമിതമായ യൂസേജ് കൂടെ വരുന്നതാണ്. 50% നമ്മളൊരു അതിനെ ലിമിറ്റ് ചെയ്തിട്ട് ഇതുവരെ ഒരു ഗൈഡ് ലൈൻസ് യൂണിവേഴ്സിറ്റിയോ ഏതോ കോളേജോ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി ഒരു AI റൈറ്റിങ്ങിന് അനുവദീയമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു 20% താഴെയൊക്കെ വരികയാണെങ്കിൽ അത് നന്നായിരിക്കും. അപ്പം നിങ്ങൾ അങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ ക്യാപ്സൂൾ റീഡിങ് അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് റീഡിങ് എന്ന് പറയുന്നതിൻ്റെ ഒരു ദൂഷ്യവശത്തേക്ക് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ നാഷണൽ ലെവലിലുള്ള എൻട്രൻസുകളും അതുപോലെ തന്നെ സിവിൽ സർവീസ് എക്സാമുകളിലൊക്കെ ക്ലിയർ ചെയ്യുന്ന നമ്മുടെ മലയാളി വിദ്യാർത്ഥികളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ CU എൻട്രൻസ്, അപ്പോൾ അതിനകത്ത് ക്വാളിഫൈ ചെയ്യുന്ന മലയാളികളുടെ എണ്ണം, അതുപോലെ തന്നെ സിവിൽ സർവീസിൽ ക്വാളിഫൈ ചെയ്യുന്ന മലയാളികളുടെ എണ്ണം, നീറ്റ് പോലെയുള്ള നാഷണൽ ലെവൽ കോമ്പറ്റീറ്റീവ് എക്സാമുകളിൽ നമ്മൾ എത്തുന്നവരുടെ എണ്ണം, നമ്മൾ എന്താണ് UG ലെവൽ വരെ നമ്മളെന്താണ് ആലങ്കാരികമായിട്ട് നമ്മൾ നമ്പർ 1 എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അതിന് ശേഷം മേലോട്ട് പോകുമ്പോൾ നമ്മുടെ ക്വാളിറ്റി എവിടേക്കോ കൈവശം വന്ന് പോകുന്നില്ലേ എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. എത്ര പേര് ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ അറിയാം, കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ, അതായത് ഓൾ ഇന്ത്യയിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിറ്റ് ആവുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് ഓരോ വർഷവും പെർസെൻറ്റേജ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി വരെ എടുത്തു കഴിഞ്ഞാൽ അവിടെ മെജോറിറ്റി മലയാളി വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഘട്ടമായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ ക്യാപ്സൂൾ വായന നമ്മുടെ ഇത്തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക് നമുക്കറിയാം, നെറ്റ് പോലെയുള്ള എക്സാമുകൾ പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ എഴുതുന്നതോ ചെയ്യുന്നവരെ അറിയാം, അതിനകത്ത് വരുന്ന ചോദ്യങ്ങൾ ഒരിക്കലും നമ്മളെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പാറ്റേണിലല്ല നമ്മുടെ ചോദ്യങ്ങൾ വരുന്നത്. നമ്മൾ ആ പ്രിപ്പയർ ചെയ്യുന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് കുറച്ചൊരു ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, അതായത് എന്തെങ്കിലും ഒരു റെഫറൻസ് നോളജ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള എക്സാമുകളെല്ലാം വരുന്നത്. അപ്പോൾ ആ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ പലപ്പോഴും പിന്തള്ളപ്പെട്ടു പോകുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ഈ വായന കുറയുന്നു എന്നുള്ളതാണ്. പരന്ന വായന ഒട്ടുമില്ല. നമുക്ക് എന്താണോ ഒരു ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എന്ന് പറഞ്ഞായിരിക്കും മിക്കവാറും ചോദ്യം വരുന്നത്. അപ്പോൾ അതിനുള്ളൊരു ആൻസർ നമ്മൾ എന്ത് ചെയ്യുന്നു, ChatGPT ന്നോ അല്ലെങ്കിൽ ഒരു PDF ഗൂഗിൾ സെർച്ച് ചെയ്തോ നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നു, അത് നമ്മൾ പഠിച്ചു വെക്കുന്നു. പക്ഷേ അതിൻ്റെ മറ്റൊരു ആംഗിൾ, അതേ കാര്യം തന്നെ ആയിരിക്കും മറ്റൊരു ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ നാഷണൽ ലെവലുള്ള ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞ ഒരു 5-10 വർഷത്തെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കാര്യമായിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മൾ പത്രം വായന എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഇപ്പോഴത്തെ പുതിയ ജനറേഷനോട് ചോദിച്ചു കഴിഞ്ഞാൽ വായിക്കുന്നവരാരും ഉണ്ടാവില്ല. അപ്പം അതെല്ലാം ഇതിനൊരു കാരണമാണ്. ഇപ്പം ഇത് അത് മാത്രമാണ് ഇതിന് കാരണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതൊരു കാരണമാണോ എന്നുള്ളത് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കാവുന്നൊരു വിഷയമാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നമ്മുടെ വായനയിൽ കുറച്ച് മുമ്പേ നമ്മളെ ഗൂഗിൾ വന്ന സമയത്ത് എന്തും ഏതും ഗൂഗിളിനോട് ചോദിക്കുക എന്നുള്ളൊരു രീതിയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഗൂഗിളിനോട് ചോദിച്ചാൽ കിട്ടാത്ത ഒന്നുമില്ല എന്ന രീതിയിൽ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഗൂഗിൾ ആർക്കും വേണ്ട, ChatGPTയോട് ചോദിക്കുക. അപ്പോൾ അടുത്ത് നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് എവിടെയാണ് നല്ല ഹോട്ടലുള്ളത് എന്ന് അറിയണമെങ്കിൽ പെട്ടെന്ന് ChatGPTയോട് ചോദിച്ചാൽ അറിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ പഠനവും ഗവേഷണവും ChatGPTയോ അല്ലെ അതുപോലുള്ള ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആകുമ്പോൾ ഉണ്ടാവുന്ന പരിമിതികളുണ്ട്. അതിൻ്റെതായ ഗുണങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് നമ്മുടെ പഠന ഗവേഷണങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇത്തരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ, അതിനെ മാത്രം ആശ്രയിക്കാതെ മറ്റു വായനകൾ ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകതയെ കുറിച്ച് കൂടിയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടത് എന്ന് തോന്നുന്നു. ഈ സെക്ഷനിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ ഇനി എന്തെങ്കിലും ചോദ്യങ്ങളോ എന്തെങ്കിലും നിങ്ങളെ സ്റ്റുഡൻസിൻ്റെയും ഒക്കെ ഇടയിൽ അല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ഇടയിൽ നിന്നും ഇനി ചോദ്യങ്ങളാവാം. എല്ലാവർക്കും നമസ്കാരം. വായന മാറുന്ന പ്രതലങ്ങൾ എന്നൊരു വിഷയത്തിൽ നമ്മളൊപ്പം സംവദിക്കാൻ വന്ന 3 പേരും
നല്ല രീതിയിൽ തന്നെ ആ കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അതോടൊപ്പം തന്നെ നേരത്തെ പ്രശാന്ത് പറഞ്ഞ പോലെ നമ്മുടെ പ്രൊവിഡൻസ് കോളേജിലെ ചില ഓതേഴ്സ് അവർ എവിടെ നമ്മൾ അറിയപ്പെടാത്ത ഒരു ഓതേഴ്സിനെ പെട്ടെന്ന് 2-3 വർഷത്തിന് ശേഷം പ്രശസ്തരാക്കുന്ന രീതിയിലാണ് ചില സോഷ്യൽ മീഡിയ വഴി വരുന്ന റീൽസുകളിൽ തന്നെ ആ പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെടുന്നത്. അത്തരം പുസ്തകങ്ങൾക്ക് ഒരു അവാർഡോ അല്ലെങ്കിൽ ചിലപ്പോൾ അവാർഡ് കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവാർഡ് കിട്ടിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ആ ഒരു കൃതിക്ക് ഭാവുകത്വം ഉണ്ടാവും, പക്ഷേ ഉണ്ടാവും ഇല്ല. ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല. ആ ഒരൊറ്റ റീൽസിൻ്റെ മേലെ നിന്നുകൊണ്ട് ആ പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരക്കം പാച്ചിലാണത്. അപ്പോൾ ഇത്തരത്തിൽ ആ പുസ്തകങ്ങളായാലും നേരത്തെ പറഞ്ഞ റാം കെയർ ഓഫ് ആനന്ദി, അതുപോലെ എത്രയും പെട്ടെന്ന് ശ്രീജ എന്നോട് എന്ന പുസ്തകങ്ങൾ, അതിൽ തന്നെ ഒരിക്കൽ എന്ന പുസ്തകം 1999 ഇറങ്ങിയ പുസ്തകമാണ്. അതിൻ്റെ ഒരു സെക്കൻഡ് ഇംപ്രഷൻ വരുന്നത് 2012. ഏകദേശം ഒരു 27 വർഷങ്ങൾക്ക് ശേഷമാണ് ആ പുസ്തകം ഇത്ര കൂടുതലായിട്ട് വിറ്റഴിക്കാൻ പെടുന്നത്. അപ്പോൾ അത് വായിച്ച ആളുകൾ തന്നെ ചില ആൾ പറയുന്നുണ്ട് അത് പറയപ്പെടുന്ന രീതിയിൽ തന്നെയുള്ള പുസ്തകമൊന്നുമല്ല, അത്രയ്ക്കൊന്നും ബെറ്റർ അല്ല. അപ്പോൾ ഇതൊരു ബിസിനസ് മൈൻഡിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം. സോഷ്യൽ മീഡിയേൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ട് ചില പുസ്തകങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് റീൽസുകൾ വഴി. അപ്പോൾ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ വരുമ്പം നമ്മുടെ ഈ ലൈബ്രറിയന്മാരും അല്ലെങ്കിൽ ലൈബ്രറി പ്രൊഫഷണലുകളും അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ സ്റ്റുഡൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും, ഇപ്പോൾ നേരത്തെ പ്രശാന്ത് പറഞ്ഞ പോലെ ഈ AI ടൂൾസ് ഇപ്പോൾ നമുക്ക് ഈ ഒരു റീൽസ് വന്നതിന് ശേഷം വെച്ച് നോക്കാൻ പറ്റില്ലല്ലോ. അതിന് മുമ്പ് ഇങ്ങനെയുള്ള ഒരു റീൽസ് വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ച നടക്കുമ്പം അതിനെ നമ്മൾ എങ്ങനെ അതിനെക്കുറിച്ച് നമ്മൾ എങ്ങനെ മുൻകരുതലെടുക്കണം, ആ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് നമ്മൾ ഓടിച്ചാടിയിട്ട് ആ പുസ്തകം വായിക്കേണ്ടതുണ്ടോ, നമ്മളെ സമയം നഷ്ടപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതിനെന്തൊക്കെയാണ് നമ്മൾ തയ്യാറെടുപ്പ് നടത്താം ആ രീതി വരുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ പല ക്ലാസിക് പുസ്തകങ്ങളും നമ്മുടെ ലൈബ്രറിയിലുണ്ട്, അതാരും വായിക്കുന്നില്ല. ചില സമയത്ത് വായന കുറച്ചും സ്റ്റോപ്പായി ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ ഒരു സോഷ്യൽ മീഡിയ വഴിയാണ് ഈ പുസ്തകങ്ങൾ വിറ്റഴിക്കുന്ന രീതിയിലേക്ക് വരുന്നതും കൂടുതൽ ആളുകൾ വായനയിലേക്ക് വരുന്നതും. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുതിയ വായനക്കാരെ വായനയിലേക്ക് കൊണ്ടുവരാനും അതേസമയം പഴയ വായനക്കാരെ, അതായത് കുറച്ച് നേരത്തെ വായിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പഴയ തലമുറയിലെ ആളുകളെ ഒന്നും കൂടെ വായിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് അത് എത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ഈ ഒരു പിന്നെ റീൽസുകളും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ പ്രതിരോധിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ അതിനെ മുൻകരുതലെടുക്കണം എന്നുള്ളത് പറഞ്ഞാൽ കൊള്ളാം. ഇതിൽ എനിക്ക് പറയാനുള്ളത് റീൽ ആൻഡ് റിയൽ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. റീലും റിയലും എല്ലാ കാര്യത്തിലും ഉണ്ട്. അപ്പോൾ പിന്നെ പുസ്തകങ്ങളുടെ കാര്യത്തിൽ റീൽസിലൂടെ അതിന് റീച്ച് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അവാർഡുകളിലൂടെ റീച്ച് ഉണ്ടാവുന്നു എന്നുള്ളതൊരു സത്യമാണ്. ഇപ്പം അവാർഡ് കിട്ടിയ പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കുന്ന ഒരാളാണ് ഞാൻ. അവാർഡ് കിട്ടുമ്പോഴാണ് ശ്രദ്ധിക്കുകയും ചെയ്യുക, അത് വായിക്കുകയും ചെയ്യുന്നത്. പിന്നെ അതൊരു കാര്യമാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നത്, ആ പുസ്തകത്തെ ശ്രദ്ധിക്കുന്നത് ഒന്നെങ്കിൽ അവാർഡ് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില റീലുകൾ കാണുമ്പോഴാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു കാലഘട്ടത്തിൽ, ഇപ്പോൾ ഒരു സെൽഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു കാര്യത്തെ, ഇപ്പോൾ ഞാൻ എഴുതിയ ഒരു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനെ മിക്കവാറും ആരും ശ്രദ്ധിക്കാൻ സാധ്യതയില്ല, പക്ഷേ ആളുകളെ ശ്രദ്ധിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇപ്പം വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്നത് പോലും നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് നാലാൾ നമ്മളെ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കുന്ന ആളുകളെങ്കിലും അറിയുക എന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മളുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വായനയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഈ റീലിലുള്ള പുസ്തകങ്ങൾ മാത്രമാണ് നല്ല പുസ്തകം എന്ന രീതിയിലല്ല പറയുന്നത്. പക്ഷേ അത് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട്, ആ പുസ്തകം ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് റീൽ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഉത്കൃഷ്ടമായ സാഹിത്യം, അല്ലാത്ത സാഹിത്യം, അല്ലെങ്കിൽ വലിയ എഴുത്തുകാർ, ചെറിയ എഴുത്തുകാർ, ആ രീതിയിലുള്ള ഒരു മാനദണ്ഡത്തിൻ്റെ ഒരു ആവശ്യം തന്നെ ഇല്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്ത് വായിക്കണം എന്ന് തീരുമാനിക്കുന്നത് വെറും വായനക്കാരൻ തന്നെയാണ്. വായനക്കാരൻ മാത്രമാണ് എന്ത് വായിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഈ വായനക്കാർ തന്നെയാണ് എഴുത്തുകാരനെ, പ്രശസ്തനായ എഴുത്തുകാരനെ വലിയ എഴുത്തുകാരനാക്കുകയും വായിക്കാതിരിക്കുമ്പോൾ, ആരും ശ്രദ്ധിക്കാതിരിക്കുമ്പം ആ വായനക്കാർ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടാത്ത എഴുത്തുകാർ പിന്നെ അവരുടെ എഴുത്തുകൾ മോശം എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ, ഇപ്പം എല്ലാ പുസ്തകങ്ങളും ഇപ്പോൾ നമ്മുടെ പിന്നെ റീൽസിലൂടെ
വരുന്ന പുസ്തകങ്ങൾ ആളുകൾ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ ശ്രദ്ധിക്കപ്പെടാത്ത പുസ്തകങ്ങൾ ആളുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ലൈബ്രറിയന്മാർക്ക് റീൽസ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരഭിപ്രായം. നമ്മൾ വായിക്കണം, ആളുകൾ ആ പുസ്തകം വായിക്കണം എന്ന് പിന്നെ നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ അതിന് നല്ല പബ്ലിസിറ്റി കൊടുക്കുന്ന രീതിയിൽ നല്ല റീൽ ഉണ്ടാക്കുകയും ആളുകളിലേക്ക് റീച്ച് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇതിൽ കൂടുതൽ പ്രശാന്തൻ എന്താ പറയുക വെച്ചാൽ പറയാനുള്ളത് വെച്ചാൽ അല്ല, അതിൽ കൂടുതൽ എനിക്ക് ആ ഒരു വിഷയത്തിൽ മറ്റൊന്നും പറയാനുണ്ടെന്ന് തോന്നുന്നില്ല. ഈ പറഞ്ഞ പോലെ എല്ലാം ഇപ്പോൾ ഒരു മാർക്കറ്റിങ്ങിൻ്റെ കാലഘട്ടത്താണ്. ഇപ്പോൾ റീൽസ് ആണെങ്കിലും ഇപ്പം പറഞ്ഞ റീസെൻ്റ് ഇറങ്ങുന്ന ബുക്കുകളുടെ എല്ലാം പബ്ലിഷേഴ്സ് ആണെങ്കിലും നമ്മുടെ ഒരു ഫിലിം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടന്മാരെ വെച്ചുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്ന അതേ രീതിയിലേക്ക് എന്താ ഈ പുസ്തക പ്രസാധനവും മാറി. ഇപ്പോൾ ഒരു പുതിയ പുസ്തകം റിലീസിന് ഇപ്പോൾ പല കോളേജുകളിലൂടെ, ഇപ്പോൾ കഴിഞ്ഞിടയ്ക്കൊക്കെ കോളേജുകളിലൂടെ ഓതേഴ്സ് വന്ന് ആ പുസ്തകം പരിചയപ്പെടുത്തുകയും പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് മാറി. അപ്പോൾ അതെല്ലാം ഒരു പബ്ലിസിറ്റിയുടെയും മാറുന്നൊരു കാലത്തിൻ്റെയും ഭാഗമാണ്. അതിന് നമ്മൾ ആ ഒരു ആംഗിളിൽ കണ്ടുവിടുക, എന്താണ് വായിക്കുന്ന കാര്യങ്ങൾ, അതിന് ബുക്കിൻ്റെ കണ്ടന്റിനെ കുറിച്ച് നല്ലതും ചീത്തയും നമ്മൾ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് അതിനെക്കുറിച്ച് പൊതുവായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് തോന്നുന്നു. ഇനി ചോദ്യങ്ങൾ ഒന്നുമില്ല. ചോദ്യങ്ങൾ ഇനി എന്തെങ്കിലും ഉണ്ടോ? എന്നാൽ ഈ സെക്ഷൻ അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഈ ഒരു സെക്ഷനിൽ കൂടെ വായനയിലെ പ്രതലങ്ങൾ, മാറുന്ന പ്രതലങ്ങൾ, അതായത് അടിസ്ഥാനപരമായ വായന തുടങ്ങി ഇപ്പോൾ എയുടെ കാലഘട്ടത്തിലെ വായന, അത് അക്കാദമിക് ലെവലിലുള്ള കുട്ടികളിൽ എങ്ങനെ എത്രമാത്രം അക്കാദമിക് ലെവലിൽ സ്വാധീനിച്ചു, എങ്ങനെ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ റീഡിങ്ങിലേക്ക് വായന മാറി വന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും വായന എന്ന് പറഞ്ഞത് പഴയ കാലഘട്ടത്തിൽ നിന്ന് പുതിയതിലേക്ക് മാറുമ്പോഴും ഒരിക്കലും വായനയിൽ തലങ്ങൾ മാറുക എന്നല്ലാതെ ഒരിക്കലും വായനയിൽ യാതൊരു മാറ്റവും വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇപ്പോൾ ഇവർ പറഞ്ഞതെന്ന് ഞാനൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് അല്ല എങ്കിലും ഞാൻ നമുക്ക് തോന്നിയിരുതെന്ന് പറഞ്ഞാൽ, ഞാൻ പല സ്ഥാപനങ്ങളിലും ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ മെഡിക്കൽ കോളേജുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ആർട്സ് ആൻഡ് സയൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ കുറച്ചും കൂടെ നന്നായിട്ട് വായിക്കുന്ന കുട്ടികളാണ്. മറ്റുള്ള കുട്ടികളെക്കാട്ടിലും കുറച്ചും കൂടെ, പ്രത്യേകിച്ച് ലാംഗ്വേജ് ലിറ്ററേച്ചർ വിഷയങ്ങളിലുള്ള കുട്ടികളാണെങ്കിലും നന്നായിട്ട് ലൈബ്രറി യൂസ് ചെയ്യുന്ന ഒരു തലമുറ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ പരിപാടിയിൽ ഇവിടെ പങ്കെടുത്തിട്ട് നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ ഗുരുനാഥനായ ദിനേശൻ സാറ്, പ്രശാന്ത്, ഇവർ രണ്ടുപേരും, പ്രശാന്ത് തന്നെയാണ്, പ്രശാന്ത് MP, പ്രശാന്ത് M. പിന്നെ ഇവിടെ നമ്മളെ പരിപാടി വളരെ ശ്രദ്ധാപൂർവം കേട്ടിരുന്ന എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.